മുറിവ് തുന്നിക്കെട്ടാൻ അനസ്തേഷ്യ നൽകിയ 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. 5 ദിവസമായി അബോധാവസ്ഥയിലായിരുന്ന കുട്ടി ഇന്നലെ രാത്രിയോടെയാണ് മരിച്ചത്. 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച കൺമണിയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ഒരു കുടുംബം. കണ്ണൂരിൽ നിന്നുള്ള ആ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കണ്ണൂരിൽ ചുണ്ടിനേറ്റ മുറിവ് തുന്നിക്കെട്ടുന്നതിനായി അനസ്തേഷ്യ നൽകിയ 1.5 വയസ്സുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലം സ്വദേശികളായ ഡി സൂരജിന്റെയും വിജിഷയുടെയും ഏക മകനായ ദേവാംശ് ശൗര്യയാണ് മരിച്ചത്. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച കുഞ്ഞാണ് ദാരുണമായി മരണപ്പെട്ടത്. സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 5-ന് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ താഴെ വീണാണ് ദേവാംശിന്റെ ചുണ്ടിന് മുറിവേറ്റത്. തുടർന്ന് മാതാപിതാക്കൾ കുട്ടിയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയായ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുറിവ് തുന്നിക്കെട്ടുന്നതിനായി ഡോക്ടർമാർ കുട്ടിക്ക് അനസ്തേഷ്യ നൽകി. എന്നാൽ ഇതിന് പിന്നാലെ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാവുകയും പൂർണ്ണമായും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. തുടർന്ന് 5 ദിവസത്തോളം കുട്ടി അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിൽ തുടർന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇതേ ആശുപത്രിയുടെ കണ്ണൂർ യൂണിറ്റിലേക്ക് മാറ്റിയെങ്കിലും വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.